ഈ കേക്ക് എങ്ങനെയുണ്ട് മക്കളെ? മൊഞ്ചായിട്ടില്ലേ? അപ്പോൾ ഈ കേക്കിൻ്റെ പിന്നിലെ കഥ ഒന്ന് കേട്ടാലോ നമുക്ക്? എനിക്ക് ഭയങ്കരമായിട്ട് ആഗ്രഹം ഉണ്ടായിരുന്നൊരു കാര്യമാണ് കേട്ടോ, കേക്ക് ഉണ്ടാക്കണം, അതുണ്ടാക്കി കഴിക്കണം. ഈ ബേക്കേഴ്സൊക്കെ ഉണ്ടാക്കണത് കാണുമ്പോൾ എന്ത് ഭംഗിയായിട്ടല്ലേ അവരുണ്ടാക്കണേ, എന്ത് സ്മൂത്തായിട്ടാണ് ഉണ്ടാക്കണേ. അപ്പോൾ ഇത് കാണുമ്പോൾ ഇത് ഉണ്ടാക്കാൻ എന്തൊരു സുഖം, ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കാം, എന്നിട്ട് കഴിക്കണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ യൂട്യൂബ് മൊത്തം പരത്തിയിട്ട് എല്ലാ കേക്ക് റെസിപ്പി ഞാൻ കണ്ടിട്ടുണ്ടാവും കേട്ടോ യൂട്യൂബിലത്തെ. അപ്പോൾ എല്ലാ റെസിപ്പീസും പല പോലെ കേട്ടോ. അത് കാണുമ്പോൾ നമുക്ക് തന്നെ കൺഫ്യൂഷൻ ആകും, പഠിച്ചോൻ ഇതിൽ എങ്ങനെ ഉണ്ടാക്കിയാലാണ് നന്നാവുക, എങ്ങനെ ഉണ്ടാക്കിയാലാണ് ശരിയാവുക എന്നൊക്കെ ആകെ കൺഫ്യൂഷനായി പോയിട്ടാണ്. അങ്ങനെ എല്ലാ വീഡിയോസും കണ്ട് ഞാൻ എൻ്റെ റെഫറൻസിൽ ഒരു കേക്ക് ഉണ്ടാക്കിയിട്ടാണ്. വാനില എസൻസ് ഇല്ല, കുറേ സാധനങ്ങൾ മിസ്സിങ് ആട്ടോ, ബേക്കിംഗ് പൗഡർ ഒന്നും ഇല്ല കേട്ടോ എൻ്റെ കയ്യിൽ. അപ്പോൾ ഞാൻ എൻ്റേതായ രീതിയിൽ ആ വീഡിയോസ് കണ്ടാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ഇതുണ്ടാക്കുമ്പോൾ എനിക്ക് ആകെ ടെൻഷനാണ് കേട്ടോ, അത് നന്നാവുമോ, അതിനി കൊഴിഞ്ഞു പോവുമോ കരിഞ്ഞു പോവുമോ ഒന്നും അറിയില്ലല്ലോ, ആദ്യമായിട്ട് ഉണ്ടാക്കില്ലേ. അപ്പോൾ ശരിയാവണം എന്നുള്ള ഒരു ആത്മാർത്ഥ ആഗ്രഹം കൊണ്ടാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കേണ്ടത്. എനിക്കിങ്ങനെ ഐസിങ്ങൊക്കെ ചെയ്യാനായിട്ട് ഭയങ്കര ആഗ്രഹം, അതേപോലെ ബീറ്ററൊക്കെ യൂസ് ചെയ്യാനായിട്ട് ഭയങ്കര ആഗ്രഹം കേട്ടോ. ഈ ബീറ്റർ വെച്ചിട്ട് ഇങ്ങനെ അടിക്കുമ്പോൾ നല്ല ഭംഗിയാണല്ലോ, അതിങ്ങനെ പതഞ്ഞ് പൊന്തി വരുന്നതും ക്രീം പോലെ ആകുന്നതൊക്കെ കാണുമ്പോൾ ഭയങ്കര രസമല്ലോ. അപ്പോൾ അങ്ങനെ ആഗ്രഹം കൊണ്ട് ഉണ്ടാക്കിയത് കേട്ടോ. അപ്പോൾ എനിക്കിത് കരിഞ്ഞു പോവോ കൊഴിഞ്ഞു പോവോ എന്നൊക്കെ ഭയങ്കര പേടിയുണ്ടായിരുന്നു കേട്ടോ. ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്നാണല്ലോ. ആദ്യത്തെ തന്നെ കേടായി പോയിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്ക് കേക്കിനോടുള്ള മതിപ്പേ പോകും കേട്ടോ. പിന്നെ അത് ഉണ്ടാക്കാനായിട്ടൊന്നും ഞാൻ നിൽക്കില്ല കേട്ടോ. അപ്പോൾ ഞാൻ പരമാവധി എന്നെക്കൊണ്ടാവണ വിധം ഞാൻ നല്ലപോലെ ആക്കാൻ വേണ്ടിക്കണ്ട് നല്ല മെനക്കെട്ടിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഇത് ഉണ്ടാക്കി തുടങ്ങിയപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി അത്ര സുഖമുള്ള പരിപാടിയൊന്നും അല്ല കേട്ടോ, നല്ല പണിയുള്ള പരിപാടി തന്നെയാണ്. ഈ വീഡിയോയിലൊക്കെ കാണുമ്പോൾ ഇവരെന്ത് സുഖമായിട്ടാണ് ചെയ്യുന്നതൊക്കെ. അപ്പോൾ ഇത് കുറച്ച് സമയത്ത് മെനക്കേട് തന്നെയാണ്. അതുമല്ല പാത്രം കഴുകാൻ ഇഷ്ടംമാതിരി ഉണ്ടാവും കേട്ടോ. അപ്പോൾ കുറച്ചധികം പണി തന്നെ ഉണ്ട് ഇത് ഉണ്ടാക്കാനായിട്ട്. നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലെ അത്ര സുഖമുള്ള പരിപാടിയൊന്നും അല്ലയെന്ന് എനിക്ക് മനസ്സിലായി കേട്ടോ. ഇപ്പോൾ ഞാൻ തൽക്കാലം ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം കേട്ടോ. ഇതിന് കുറേ ലിമിറ്റേഷൻസ് ഉണ്ടല്ലോ, 3 മിനിറ്റല്ലേ നമുക്കൊരു വീഡിയോ അലോഡ് ചെയ്യുള്ളൂ. അപ്പോൾ ഞാൻ അടുത്ത പാട്ടായിട്ട് വരാം കേട്ടോ, ഇതിൻ്റെ ബാക്കി പറയാം.